സത്യത്തിൽ ഈ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം തന്നെയും അങ്ങേയറ്റം സാമ്രാജ്യത്വ സൗഹൃദം പുലർത്തുന്നതും അപരവിദ്വേഷം പുലർത്തുന്നതുമാണ്. അതിലെ സന്താൻ സേന പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാളി ഭക്തരാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ബങ്കിംചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിന്തുണച്ച ആളാണ്. ആംഗലേയർ നമ്മുടെ ശത്രുക്കളല്ല എന്നുള്ള ആശയമാണ് ആനന്ദമഠത്തിൽ ആവിഷ്കരിക്കുന്നത്. മുസ്ലിങ്ങളാണ് അതിലെ പ്രധാന ശത്രു. അപ്പോൾ മുസ്ലിം വിരുദ്ധമാണ് ആ കൃതി. അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഭാരതാംബക്കാണ് പിന്നീട് ദൃശ്യരൂപം കൈവരിക്കപ്പെടുന്നത്. അതിൻ്റെ മുമ്പും ഭാരതാംബയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഈ പറയുന്ന ഭാരതാംബയല്ല. ഞാൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് 1990 ശേഷം രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകൾ രൂപപ്പെടുത്തിയ ഒരു ഭാരതാംബയുണ്ട്. അത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ്. അത് അവരുടെ ഒരു ദേശീയ സങ്കല്പമുണ്ട്. അത് മേൽക്കോയ്മ ദേശീയതയാണ്. ആ മേൽക്കോയ്മ ദേശീയതയുടെ ഒരു എംബ്ലമാണ്, അതിൻ്റെ ഒരു അടയാളമാണ് ഈ കാവി പുതച്ചിട്ടുള്ള ഭാരതാംബ. അത് RSSന്റെ ഏതെങ്കിലും കാര്യാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൽ അപാകത ഉണ്ടോ ഇല്ലയെന്ന് അവരുടെ കമ്മിറ്റിക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷെ അത് രാജ്ഭവനിൽ അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലൊന്നും വെക്കാൻ പാടില്ല. രാജ്ഭവൻ എന്നുള്ളത് RSSന്റെ കാര്യാലയമാക്കി മാറ്റാനാണ് നിലവിൽ ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളം സമ്മതിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല.